നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോവുള്ളൂ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 12/7/2025 ശനിയാഴ്ച വൈകിട്ട് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വർദ്ധിക്കുന്നു. ഇനി കോട്ടയം ബോർഡ് വില RSS 4 കിലോ 206 രൂപ 50 പൈസയും RSS 5 കിലോ 202 രൂപ 50 പൈസയും. ഇതാണ് കോട്ടയം ബോർഡ് വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 206 രൂപ 50 പൈസയും RSS 5 കിലോ 202 രൂപ 50 പൈസയുമാണ്. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 198ഉം ലോട്ട് കിലോ 179 മുതൽ 184ഉമാണ്. കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ RSS 4 കിലോ 198ഉം RSS 5 കിലോ 194ഉം ISNL 20 177 മുതൽ 177 രൂപ 50 പൈസയാണ്. ഒട്ടുപാൽ 70% ഡിയാസിയുള്ള ഒട്ടുപാൽ കിലോ 122 മുതൽ 133. ഇന്നത്തെ വ്യാപാരി വിലയിൽ RSS 4ഉം 5ഉം 50 പൈസയാണ് കൂടിയിരിക്കുന്നത്. ഒട്ടുപാലിൽ 1 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഇന്ന് മിക്ക ആൾക്കാരും ടാപ്പിങ്ങിന് ഇറങ്ങിയില്ല. കനത്ത മഴ കാരണം ടാപ്പിങ്ങിന് ഇറങ്ങാൻ പറ്റാതെ തൊഴിലാളികളും കർഷകരും നിന്നു. ഇനി കേരളത്തിലെ മറ്റ് വില നോക്കുമ്പോൾ സ്വർണം 1 ഗ്രാം 22 ക്യാരറ്റ് 9148, 1 പവൻ 73,120. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം 9971, 1 പവൻ 79,768. ഇതാണ് ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം 1 പവൻ്റെ മുകളിൽ 520 രൂപയാണ് കൂടിയിരിക്കുന്നത്. സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ നാടൻ 100ഉം വെളിച്ചെണ്ണ ലിറ്ററിന് 480, കൊപ്ര എടുത്തുപിടി 259, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കൊക്കോ 280 മുതൽ 340, കശുവണ്ടി 116, കാഞ്ഞിരക്കുരു 1850, ജാതിക തൊണ്ടോടുകൂടി 270, ഗ്രാമ്പൂ 805, നാടൻ 900. തിരുവനന്തപുരം MP ശശി തരൂർ പ്രധാനമന്ത്രി മോദിയെ സ്തുതിച്ച് പറയുന്നു. ശ്വാസം മുട്ടുന്നെങ്കിൽ പാർട്ടി വിടണം, ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കണമെന്നാണ് ശശിധരനെതിരെ കെ മുരളീധരൻ്റെ പ്രസ്താവന. 2026 നടക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ ശശിധരൻ എന്നാണ് 28% അഭിപ്രായ പ്രകടനം ശശിധരൻ പറയുന്നത്. ഇത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഭയങ്കര അസസ്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. അവർ പറയുന്നത് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം ആണ് പാർട്ടി ഒന്നിച്ചിരുന്നതാണ് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി എന്നാണ് പറയുന്നത്. എന്തായാലും തമ്മിലടിക്കാതെ ഒറ്റക്കെട്ടായി കോൺഗ്രസ് നേതൃത്വം നടക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കാം. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകും. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം കമൻസും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.